UGCയുടെ ചിഹ്നം മാറ്റി പകരം അവിടെ സരസ്വതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന വാർത്ത വരികയാണ്. നോക്കൂ, UGCയുടെ ചിഹ്നം മാറ്റിയിട്ട് പകരം അവിടെ സരസ്വതിയുടെ പടം വച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരുപാട് കാവ്യവൽക്കരണത്തിൻ്റെ പ്രതീകങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നു. കെമിസ്ട്രി, കണക്ക് പാഠപുസ്തകങ്ങളിൽ ഹിന്ദുത്വ ആശയങ്ങൾ കയറ്റിവിട്ടിരിക്കുകയാണ്. കണാദ മഹർഷിയുടെ അറ്റോമിക് തിയറി, വേദങ്ങളിലെ ലോഹശാസ്ത്രം ഇവയൊക്കെയാണ് ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിലാകട്ടെ സവർക്കറും ദീൻ ദയാൽ ഉപാധ്യായയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ശാസ്ത്രം വേറെ വിശ്വാസം വേറെ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ഈ ശാസ്ത്ര പുസ്തകങ്ങളിൽ ഈ പറയുന്നത് പോലെ വേദപുസ്തകങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ നമ്മൾ എങ്ങനെ കോമ്പീറ്റ് ചെയ്യും? നമ്മുടെ മനുഷ്യരുടെ ശാസ്ത്രം പഠിക്കുന്ന നമ്മുടെ മനുഷ്യരുടെ ചിന്തകളെ തന്നെ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ആറ്റോമിക് തിയറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ലോകം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കണാദ മഹർഷിയുടെ ആറ്റോമിക് തിയറിയെക്കുറിച്ചാണ്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ശിലായുഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയാണ്. വിശ്വാസം വേറെ ശാസ്ത്രം വേറെ എന്ന് ലോകം പറയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെയാണെങ്കിലോ നമ്മളെ എല്ലാം മതവൽക്കരിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഈ പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുന്ന മനുഷ്യർ പല മതങ്ങളിൽപ്പെട്ടവരുണ്ടാകും. അവിടെ ഒരു മതത്തിന് മാത്രം പ്രാധാന്യം നൽകുകയാണ്. ഹിന്ദു മതത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് കാവ്യവൽക്കരണത്തിലേക്ക്, ഹിന്ദുത്വത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു. സിബി എന്നോടൊപ്പം ചേരുകയാണ് അതിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സിബി, ഗുഡ് മോർണിംഗ്. ഇതാ കേൾക്കുന്നത് UGCയിലും കാവ്യവൽക്കരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UGCയുടെ എംബ്ലം അടക്കം മാറ്റി അവിടെ സരസ്വതിയുടെ പടം വച്ചിരിക്കുന്നു എന്നാണ്. കെമിസ്ട്രി പുസ്തകത്തിൽ വേദശാസ്ത്രങ്ങളിലെ ആറ്റോമിക് തിയറി, എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്, അതുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നു. കണക്ക് പുസ്തകങ്ങളിലും ഈ പറയുന്നത് പോലെ എന്തൊക്കെയോ വേദവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. സിബി, എങ്ങോട്ടാണ് പോകുന്നത് രാജ്യം? എന്തായാലും മനു പറഞ്ഞതുപോലെ തന്നെ നമുക്കും കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതിലും ശാസ്ത്രത്തെ ആകമാനം മാറ്റിമറിച്ചുകൊണ്ട് ഹിന്ദു പുരാണവുമായി കൂട്ടിക്കൊഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാവ്യവൽക്കരണ ശൈലി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പാഠപുസ്തകത്തിൽ വളരെ ശക്തമായ രീതിയിൽ നടപ്പാക്കി വരികയാണ്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാഠപുസ്തകങ്ങളിലൊക്കെ പരിഷ്കരണം നടക്കുന്നത്. ഈ പരിഷ്കരണം നടക്കുമ്പോഴാണ് ഇപ്പോൾ ബിരുദാനന്തര പാഠപുസ്തകങ്ങളുടെ ചട്ടക്കൂടിലാണ് ഇപ്പോൾ അവിടെ UGCയുടെ എംബ്ലം മാറ്റി പകരം സരസ്വതി ദേവിയുടെ എംബ്ലവും ആ എംബ്ലത്തിന് താഴെ കുറേ പ്രാർത്ഥനകളും ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പാഠപുസ്തകം അച്ചടിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് അതിനൊപ്പം തന്നെ ഈ ഹിന്ദു പുരാണങ്ങളും അതോടൊപ്പം തന്നെ ഹിന്ദുത്വ ആശയങ്ങളും തിരികെ കയറ്റിക്കൊണ്ട്, അതും കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള പാഠപുസ്തകങ്ങൾ എങ്ങനെ ഈ ഒരു ശാസ്ത്രത്തെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുത കൂടി. എന്ത് വേദം എഴുതാനാണ് സിബി? എനിക്കതാണ് മനസ്സിലാകുന്നത്. കെമിസ്ട്രിയിലും കണക്കിലുമൊക്കെ എന്ത് വേദം എഴുതാനാണ്? ഇനി പഠിക്കേണ്ടി വരും. ഈ കണക്കിലാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടി വരും. വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർക്ക് പകരം അത് രാവണന്റെ പുഷ്പക വിമാനമാണ് എന്ന് പറയുന്ന വാദം നമ്മൾ പഠിക്കേണ്ടി വരും. ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ലോകത്തോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. രാജ്യത്തിന്റെ പുരോഗതി ഏത് വഴിക്ക് പോകുമെന്ന് പറയേണ്ടതില്ലല്ലോ. തീർച്ചയായും 2047 വിവക്ഷിത് ഭാരത് എന്ന സങ്കല്പവുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ പാഠപുസ്തകങ്ങളാണ് ഈ കാണുന്ന ഒരു ഹിന്ദുത്വ ആശയങ്ങൾ തിരികെ കയറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ചില വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ കെമിസ്ട്രിയിൽ കെമിക്കൽ നോളജ് ഇൻ ദേവദാസ് എന്ന അധ്യായം, ഈ അധ്യായത്തിൽ കുണ്ടലിനി സങ്കല്പം ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കണാദ മഹർഷിയുടെ അറ്റോമിക് തിയറി, വേദങ്ങളിലെ ലോഹശാസ്ത്രം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ രീതിയിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെമിസ്ട്രിയുമായിട്ട് എന്താണ് ബന്ധം സിബി? അതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യമല്ല, സിബിയുടെയും പ്രേക്ഷകരുടെയും ഒക്കെ ചോദ്യം. ഇതിനൊക്കെ കെമിസ്ട്രി എന്താ പറഞ്ഞത്? എന്താ കുണ്ടലിനി മന്ത്രം? എന്താ, ഞാൻ കേട്ടില്ല. കെമിക്കൽ നോളജ് ഇൻ ദേവദാസ് എന്ന അധ്യായത്തിൽ കുണ്ടലിനി സങ്കല്പം, കണാദ മഹർഷിയുടെ അറ്റോമിക് തിയറി, ഇതൊക്കെയാണ് ഈ കെമിസ്ട്രിയുടെ ഈ പുസ്തകങ്ങളുള്ളത്. വേദങ്ങളിലെ ലോഹശാസ്ത്രവും കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ കെമിസ്ട്രിയുടെ റെഫറൻസിന് വേണ്ടി ഉൾപ്പെടുത്തിയ പുസ്തകങ്ങളൊന്ന് ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകമൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മാത്തമാറ്റിക്സിലാണ് മറ്റൊരു വേദിക് മാത്തമാറ്റിക്സിലെ സൂത്ര, നാരദ പുരാണത്തിലെ മാത്തമാറ്റിക്സ് അടക്കമുള്ള
ചില അത്ഭുതകരമായ പുസ്തകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇത് വായിച്ചാൽ ചിരി വരും. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങൾ വായിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന പുതിയ തലമുറ വിവക്ഷിത് ഭാരതിലേക്ക് വേണ്ടി പഠിക്കാൻ പോകുന്ന പുസ്തകങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സങ്കല്പം. ഏതായാലും ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. കൂടാതെ നമുക്കറിയാം അതോടൊപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ സയൻസിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് വി.ഡി. സവർക്കർ, അതുകൂടാതെ ജനസംഘം സ്ഥാപകനായ ദീൻ ദയാൽ ഉപാധ്യായ, ഈ രണ്ടുപേരും അവരുടെ ജീവചരിത്രം ഉൾപ്പെടെ ഇനി പഠിക്കേണ്ടി വരും ഈ പൊളിറ്റിക്കൽ സയൻസിൽ. ബിരുദ കോഴ്സ് ഹിസ്റ്ററി, PG അല്ലെങ്കിൽ ബിരുദാനന്തര കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നിർണായക നേതാക്കളിൽ ഒരാളായിരുന്നു സവർക്കർ എന്നാണ് ഈ ചട്ടക്കൂടിലൊക്കെ പറയുന്നത്. ആ രീതിക്കാണ് ഇതിൻ്റെ ഒരു പാഠപുസ്തകം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഏറ്റവും രസകരമായതാണ് ഹിന്ദിയിലും കൂടാതെ കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലൊക്കെ ഹിന്ദു പുരാണങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ചിന്തിക്കേണ്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ എത്രത്തോളം പഠനം നടത്തിയ ശേഷമാണ് എത്രത്തിലൊക്കെ ഇത് തിരികെ കയറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു സംഭവം കൂടിയാണ്. എന്തായാലും ഈ UGCയുടെ പാഠ്യപുസ്തകത്തിൻ്റെ ചട്ടക്കൂടിലാണ് ഇത്തരത്തിൽ സരസ്വതി ദേവിയുടെ ഈ UGCയുടെ എംബ്ലം മാറ്റി സരസ്വതി ദേവിയും ഹിന്ദുത്വ ആശയങ്ങളും പുരാണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു പാഠപുസ്തകം ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പരിഷ്കരണം നടത്തുന്നു എന്ന് പറയുന്ന BJP സർക്കാർ കൃത്യമായ കാവ്യവൽക്കരണം ഈ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തുന്നു.